11 പള്ളികൾക്ക് 1 ലക്ഷം രൂപ വീതം നൽകി ശ്രേഷ്ഠ ബാവായുടെ വിൽപത്രം ശിരസാവഹിച്ച് യാക്കോബായ സൂറിയാനി സഭ ഭരണസമിതി. പീഡനങ്ങളുടെ നടുവിൽ യാക്കോബായ സൂറിയാനി സഭയെ കരുതലോടെ നയിച്ച മഹാ ഇടയൻ തന്റെ കാലത്ത് 2014 ശേഷം താൽക്കാലികമായി നഷ്ടപ്പെട്ട കഷ്ടതയിലൂടെ കടന്നുപോകുന്ന പള്ളികളെയും വിശ്വാസികളെയും സംരക്ഷിക്കണമെന്നും തന്റെ കയ്യിലുള്ള സമ്പാദ്യവും തന്റെ വാഹനവും വിറ്റുകിട്ടുന്ന തുക മുഴുവൻ അത്തരത്തിലുള്ള പള്ളികൾക്കായി നൽകണമെന്ന ബാവായുടെ വിൽപത്രത്തിലെ ആഗ്രഹ പൂർത്തീകരണം 40ാം ഓർമ്മ ദിനത്തിൽ ആദ്യപടിയായി നിറവേറ്റി. താൽക്കാലികമായി നഷ്ടപ്പെട്ട മുഴുവൻ പള്ളികൾക്കും നൽകുന്നതിന്റെ പ്രാരംഭമായി 11 പള്ളികൾക്ക് 1 ലക്ഷം രൂപ വീതം തിങ്കളാഴ്ച പരിശുദ്ധ പാത്രികീസ് ബാവ നൽകി. തൃശൂർ ഭദ്രാസനത്തിലെ ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് പള്ളി, അങ്കമാലി ഭദ്രാസനത്തിലെ അങ്കമാലി മേഖലയിൽപ്പെട്ട പഴന്തോട്ടം സെന്റ് മേരീസ് പള്ളി, പെരുമ്പാവൂർ മേഖലയിൽപ്പെട്ട പെരുമ്പാവൂർ ബദേൽ സുലോക്ക കത്തീഡ്രൽ, മൂവാറ്റുപുഴ മേഖലയിൽപ്പെട്ട മുള്ളരിങ്ങാട് സെന്റ് മേരീസ് പള്ളി, കണ്ടനാട് ഭദ്രാസനത്തിലെ പിറവം രാജാതിരാജ സെന്റ് മേരീസ് കത്തീഡ്രൽ, പുത്തൻകുരിശ് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് പള്ളി, വാരിക്കോലി സെന്റ് മേരീസ് പള്ളി, കൊച്ചി ഭദ്രാസനത്തിലെ മുളന്തുരുത്തി മർത്തോമൻ കത്തീഡ്രൽ, കോട്ടയം ഭദ്രാസനത്തിലെ തിരുവാർപ്പ് മർത്തമുഷ്മൂനി പള്ളി, കൊല്ലം ഭദ്രാസനത്തിലെ കട്ടച്ചിറ സെന്റ് മേരീസ് പള്ളി, നിരണം ഭദ്രാസനത്തിലെ മേപ്രാൽ സെന്റ് ജോൺസ് പള്ളി എന്നീ പള്ളികൾക്കാണ് തുക കൈമാറിയത്. ഭാഗ്യസ്മരണാർഹനായ തോമസ് ബ്രദമൻ കാതോലിക്ക ബാവയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള ഈ ശുശ്രൂഷയെ പരിശുദ്ധ പാത്രികീസ് ബാവ അനുമോദിച്ചു.